ഡോക്ടർ ഒരു ക്രീം ഉപയോഗിച്ച് ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഈ കറുപ്പ് കളറൊക്കെ പോണത് അങ്ങനത്തെ ഉള്ളതൊക്കെ കറക്റ്റ് ശരിക്കും ജെന്യൂൻ ആയിട്ടുള്ളതാണോ? പരസ്യത്തിൽ കാണാം. അതെ, ഓക്കെ. സ്കിന്നിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പെട്ടെന്ന് മാറില്ല. ഓക്കെ, അതായത് സ്കിന്നിന്റെ എല്ലാ ട്രീറ്റ്മെന്റിന്റെ ഒരു ഗുണം ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻസ് വേണം എന്നുള്ളതാണ്, ക്ഷമ വേണം. നമ്മൾ പെട്ടെന്ന് മാറാനുള്ള രീതിയിലുള്ള കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ക്രീമുകളും കാര്യങ്ങളും ഇല്ല എന്നല്ല, അതൊക്കെ ഉണ്ട്. ഇപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഓവർ ദ കൗണ്ടർ കിട്ടുന്ന വൈറ്റനിങ് ക്രീംസ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ 2 ആഴ്ച കൊണ്ട് നമ്മുടെ സ്കിന്നിന് പെട്ടെന്ന് വ്യത്യാസം ഉണ്ടാക്കും. പക്ഷെ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ സ്കിന്നിന്റെ തിക്നെസ് കുറയ്ക്കുക ചെയ്യുന്നത്. അത് വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു വേ ഓഫ് ഡീലിംഗ് വിത്ത് പിഗ്മെന്റേഷൻസ് ആണ്. അത് നമ്മൾ ഒരിക്കലും ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, പേഷ്യൻസിന് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് എന്ത് ടൈപ്പാണോ പിഗ്മെന്റേഷൻ ഉള്ളത്, ഒരാൾക്ക് മുഖത്ത് വരാവുന്ന പിഗ്മെന്റേഷൻസ് ഒരു 100 അസുഖങ്ങളുടെ ഭാഗമായിട്ട് വരാം. അത് ചിലപ്പോൾ വെറുതെ പിമ്പിൾ വന്നിട്ടുള്ള പാടുകളാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങളുടെ ഭാഗമായിട്ടുള്ള പാടുകളാവാം, മെലാസ്മ പോലത്തെ അസുഖങ്ങളാവാം, എന്ത് വേണമെങ്കിലും ആവാം. അത് എന്താണ് പിഗ്മെന്റേഷൻ എന്നുള്ളതിനനുസരിച്ച് വേണം ക്രീമുകൾ ഉപയോഗിക്കാൻ. അത് കറക്റ്റായിട്ട് ഉപയോഗിച്ച് നമുക്ക് ഓവർനൈറ്റ് ഒരു ഫിക്സ് എന്നുള്ളൊരു പരിപാടി സ്കിന്നിലില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓവർനൈറ്റ് ഫിക്സ് ചെയ്യണ പിഗ്മെന്റേഷൻസോ കാര്യങ്ങളോ അങ്ങനത്തെ ക്രീമുകളോ കാര്യങ്ങളോ ഇല്ല. എന്താണ് പിഗ്മെന്റേഷൻ എന്നുള്ളത് ഡയഗ്നോസ് ചെയ്ത് അതിനനുസരിച്ചുള്ള ക്രീമുകൾ കറക്റ്റായിട്ട് ഉപയോഗിക്കുക, അതിനനുസരിച്ചുള്ള പീലുകൾ കറക്റ്റായിട്ട് ചെയ്യുക. ചിലപ്പോൾ മരുന്നുകൾ കഴിക്കേണ്ടി വരും. ആ ഒരു രീതിയിൽ എന്താണ് പിഗ്മെന്റേഷൻ എന്നുള്ളതിനനുസരിച്ച് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും.